വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ സെക്ഷൻ സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ സിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് റിക്വയർമെന്റ് വായിക്കാം. കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് വാല്യൂ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് the book value weighted average cost of capital of Merlo company and comment briefly on any differences between the two values ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് നമുക്ക് എടുത്ത് എഴുതാം. ആൻഡ് ബുക്ക് വാല്യൂ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഇത് എഴുതുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. അത് രണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകും. ഇതിന് ക്യാപിറ്റൽ ബി ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. മെർലോ കമ്പനി ഈസ് പ്ലാനിങ് ടു റേസ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? എക്സ്പാൻഷന് വേണ്ടി. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓർഡിനറി ഷെയർസ് ഓഫ് മെർലോ കമ്പനി ഹാവ് എ നോമിനൽ വാല്യൂ ഓഫ് 50 സെന്റ്. അപ്പൊ നോമിനൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 50 സെന്റ് പെർ ഷെയർ ആണെന്ന്. ആൻഡ് കറന്റ് ട്രേഡിംഗ് എക്സ് ഡിവിഡൻഡ് അറ്റ് $6.2 പെർ ഷെയർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കമ്പനി ഹാസ് ഇക്വിറ്റി ബീറ്റ ഓഫ് 1.2 equity beta and loan note having a nominal value of 100. Nominal value of loan note 100 ആണ്. അതിപ്പോൾ തന്നിട്ടില്ലെങ്കിലും 100 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ഇൻട്രസ്റ്റ് അറ്റ് $98 per note. അതാണ് നമുക്ക് ലോൺ നോട്ട്സിനെ കുറിച്ച് തന്നിരിക്കുന്നത്. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആണ്. റിഡീം ഡെറ്റ് 105 ആഫ്റ്റർ 5 ഇയേഴ്സ്. 5 ഇയേഴ്സിന്റെ ആണ് 105. നമുക്ക് 5 ഇയേഴ്സിന് ശേഷം 105-നായിരിക്കും നമ്മൾ റിഡീം ചെയ്യുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 4% ആണ്. മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് 6% ആണ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 25% ആണ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ചെയ്യാം. ഫണ്ട് വാല്യൂ, പിന്നെന്താണ്? പ്രപ്പോർഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാക്. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് ഫണ്ടിൽ ഏതൊക്കെ ടൈപ്പ് ആണ് വരുന്നത്? ഓർഡിനറി ഷെയർസ് വരുന്നുണ്ട്, ലോൺ നോട്ട്സ് വരുന്നുണ്ട്. ഓർഡിനറി ഷെയർസ്, ലോൺ നോട്ട്സ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇത് കാണാനായിട്ട് ഏതാണ്? KE കാണാൻ, ഇക്വിറ്റി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ടു ബി ഓൺ സേഫർ സൈഡ് നമുക്ക് ഒരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കാം. വർക്കിംഗ് നോട്ട് 1, കാൽക്കുലേഷൻ ഓഫ് KE. അപ്പൊ KE എന്താണ്? KE ഈക്വൽ ടു, അപ്പൊ നമുക്ക് CAPM യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ KE കാണാനുള്ള ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ബീറ്റ തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം തന്നിട്ടുണ്ട്. സോ എന്തായിരിക്കും? KE ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ്, അതായത് 4% ഡിവൈഡ് പ്ലസ് ഇക്വിറ്റി ബീറ്റ വിച്ച് ഇസ് 1.25 ഇൻറ്റു എത്രയാണ്? പ്രീമിയം ആണ് തന്നിരിക്കുന്നത്, അതായത് RM മൈനസ് RF ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് 6% നേരെ ഇടാം. അപ്പോ ഈക്വൽ ടു 11, ഇത് പെർസെൻറ്റേജ്. അപ്പൊ 11.50% ആണ് നമുക്ക് KE വന്നിരിക്കുന്നത്. ഇനി ഏതാണ്? നമുക്ക് ലോൺ നോട്ട്സ് ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് KD ആണ് ഇനി വരുന്നത്. കാൽക്കുലേഷൻ ഓഫ് KD ആവുമ്പോ എന്താണ്? വർക്കിംഗ് നോട്ട് നമ്പർ 2. KDയിൽ നമുക്ക് 5 ഇയേഴ്സ് ടൈം ആണ്. നമുക്ക് ലോൺ നോട്ട് ട്രേഡ് ചെയ്യുന്നത് $98 സോ നമുക്ക് എന്താണ് വരുന്നത്? 6% ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഫസ്റ്റ് ഇയർ വേണം. ഇയർ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? ക്യാഷ് ഫ്ലോ വേണം. ക്യാഷ് ഫ്ലോ കിട്ടി, എഴുതി. ഇനി ഓരോന്നിന്റെയും ഇയർ നമുക്ക് 1, 2, 3, 4, 5, 0 നമ്മൾ എന്ത് ചെയ്യുന്നു? -$98 ആണ് നമുക്ക്. -$98 നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 6% ഇൻട്രസ്റ്റ്. 6% ഇൻട്രസ്റ്റ് ഓഫ് എത്രയാണ്? 100ന്റെ 6% ആണ് നമ്മൾ എടുക്കുന്നത്. നോമിനൽ വാല്യൂന്റെ 6% ആണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് അവിടെ ഒരു ടാക്സ് ഉണ്ട്.
സോ എന്ത് ചെയ്യണം, നമ്മൾ 1 മൈനസ് ടാക്സ് ചെയ്യണം. 1 മൈനസ് 25% ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു ഇടാൻ മറക്കരുത്. ഈക്വൽ ടു ഇല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. 4.5 കിട്ടി. അപ്പൊ 5 കൊല്ലത്തേക്ക് നമുക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് 4.5 വന്നു. ലാസ്റ്റ് ഇയർ നമുക്ക് റിഡീംഡ് അറ്റ് 105 എന്ന് പറയുന്നുണ്ട്. സോ 4.5 പ്ലസ് 105 കൂടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? 105 ആണ് നമ്മുടെ റിഡംഷൻ വാല്യൂ. 105 ആണ് നമ്മുടെ ആർ. ഓക്കെ, സോ അത് നമുക്ക് കിട്ടി. വാട്ട് നെക്സ്റ്റ്? ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? IRR കാണണം. IRR കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? KD കിട്ടും. K ഈക്വൽ ടു IRR ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു IRR ഫോർമുല ഉണ്ട്. നമ്മൾ കൂടുതൽ പണിയെടുക്കണ്ട. ഇത് മുഴുവൻ എടുത്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. അത് പെർസെൻറ്റേജ് ആക്കി. നമ്മൾ പെർസെൻറ്റേജ് ആക്കിയപ്പോൾ 5.86% എന്ന രീതിയിൽ കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനെ ഇപ്പുറത്തേക്ക് ഇടാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് ഇട്ടു. ഈക്വൽ ടു ഓർഡിനറി ഷെയർസിന്റെ ഇതും പിന്നെ ഇതിന്റെ എത്രയാണ്? ഇതും ആണ്. സോ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഇനി വാല്യൂ ഓഫ് ഷെയർ കിട്ടണം. വാല്യൂ ഓഫ് ഷെയർ കിട്ടിയാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊപ്പോർഷൻ കാണാൻ പറ്റുള്ളൂ. വാല്യൂ ഓഫ് ഷെയർ നമുക്ക് മാർക്കറ്റ് വാല്യൂവിന്റെ കേസിലാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. മാർക്കറ്റ് വാല്യൂവിന്റെ കേസ് വരാനായിട്ട് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 6.2 ആണ്. 6.2 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്പർ ഓഫ് നോമിനൽ വാല്യൂ ഓഫ് 1 ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടി. ഷെയർ ക്യാപിറ്റൽ 250 ആണ്. 250 മില്യൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 250 ആയിട്ട് എടുക്കാം. എല്ലാ മില്യണിലായതുകൊണ്ട് നോ വറീസ്. 250 ഡിവൈഡഡ് ബൈ 0.5 വിച്ച് ഈസ് 3100 മില്യൺ ഡോളർ എന്ന രീതിയിൽ കിട്ടി. ഇനി എന്താണ്? നമുക്ക് ലോൺ നോട്ട്സിന്റെ കാണണം. ലോൺ നോട്ട്സ് 300 ആണ് നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ നമ്പർ ഓഫ് ലോൺ നോട്ട്സ് എത്രയാണ്? ഈക്വൽ ടു ടോട്ടൽ ബുക്ക് വാല്യൂ എത്രയാണ്? 300 ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന് എത്രയാണ്? 100 ആണ്. 300 മില്യൺ ആണ്. നമുക്ക് ഇപ്പൊ എത്രയാണ്? 3 മില്യൺ നമ്പർ ഓഫ് ലോൺ നോട്ട്സ് ആണ് ഉള്ളത്. ഇനി അത് മാർക്കറ്റ് വാല്യൂക്ക് ആക്കുമ്പോൾ ഇൻറ്റു $98 ചെയ്തു. $98 ചെയ്തു. അപ്പൊ നമുക്ക് എത്രയാ കിട്ടിയേ? $294 മില്യൺ കിട്ടി. അപ്പൊ വാല്യൂ നമുക്ക് കിട്ടി. വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷൻ കാണണം. പ്രൊപ്പോർഷൻ കാണുന്നത് എങ്ങനെയാണ്? ഇതിന്റെ സം ആദ്യം കാണണം. എന്നിട്ട് ഈക്വൽ ടു ഓർഡിനറി ഷെയർസിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. ഇപ്പുറത്തും അതുപോലെ തന്നെ ലോൺ നോട്ട്സിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടലിന്റെ വാല്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊപ്പോർഷൻ. വാല്യൂ കിട്ടി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ഇനി എന്താണ്? ബാക്ക് കാണണം. ബാക്ക് കാണാനായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു പ്രൊപ്പോർഷൻ ചെയ്തു. ഇത് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി. അതായത് 0.105 കിട്ടി. ഇവിടെ 0.0051 കിട്ടി. ഇനി ഇതിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാറ്റ് എന്ന് പറയുന്നത്. സോ ഇത് പ്ലസ് ഇത് ചെയ്തപ്പോൾ വാക്ക് കിട്ടി. ഇത് പെർസെൻറ്റേജ് ആക്കി 11.1% ആണ് നമ്മുടെ വാക്ക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബുക്ക് വാല്യൂയും കാണാം. ബുക്ക് വാല്യൂല് ഒരു വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. വാല്യൂ മാറും. അതുകൊണ്ട് തന്നെ പ്രൊപ്പോർഷനും മാറും. വാല്യൂയും പ്രൊപ്പോർഷനും മാറി. സോ എന്താണ്? ഇവിടെ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 250 പ്ലസ് റിസർവ്സ്. അതാണ് ഇവിടുത്തെ ഇത്. നമ്മൾ ബുക്ക് വാല്യൂല് ഓർഡിനറി ഷെയർസിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ് പ്ലസ് റിസർവ്സ് ആയിട്ടാണ് എടുക്കുക. സോ 250 പ്ലസ് 750 വിച്ച് ഈസ് 1000. ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്? റിസർവ്സ് ഈക്വൽ ടു ലോൺ നോട്ട്സ് എന്ന് പറയുന്നത് 300 ആണ്. 300 കിട്ടി. അപ്പൊ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇത് വിച്ച് ഈസ് 1300. പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആൻഡ് ലോൺ നോട്ട്സിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 1300. ഇത്രയും കിട്ടി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം ആണ്. ബാക്ക് എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടും കൂടി ചെയ്തു. ഇവിടെ നമുക്ക് വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും. ആൻഡ് അത് പെർസെൻറ്റേജ് ആക്കിയപ്പോൾ 10.2% എന്ന രീതിയിൽ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മളോട് ഒരു റിക്വയർമെന്റും കൂടി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണത്? കമന്റ് ബ്രീഫ്ലി ഓൺ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു വാല്യൂസ്. സ്വാഭാവികമായും ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഇവിടെ പെർസെൻറ്റേജിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. 10.2% ആണ് ബുക്ക് വാല്യൂ യൂസ് ചെയ്തപ്പോൾ. മറ്റേത് യൂസ് ചെയ്തപ്പോൾ 11.1 ആണ്. നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് വെച്ചിട്ടുള്ള വാല്യൂ ആണ്.
അപ്പൊ എന്താണ് അത് മോസ്റ്റ്ലി മാർക്കറ്റ് വാല്യൂലും കുറവാവാനാണ് എപ്പോഴും ചാൻസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ സാധാരണ കേസിൽ ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് വാല്യൂ യൂസ് ചെയ്തിട്ടല്ല ബാക്ക് കാണുന്നത്. മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫറബിളി മാർക്കറ്റ് വാല്യൂ ആണ് യൂസ് ചെയ്യുക. മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ബുക്ക് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് മാർക്കറ്റ് വാല്യൂ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വാല്യൂ, യൂസ് ചെയ്യാൻ പറ്റിയ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വാല്യൂ, ആൻഡ് വിൽ ബി ഹയർ ദാൻ ഈ പറഞ്ഞ പോലെ ബുക്ക് വാല്യൂ. സോ ബുക്ക് വാല്യൂ വെച്ചിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും മാർക്കറ്റ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലും പറയേണ്ടത്. ബുക്ക് വാല്യൂ ഓഫ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ അത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്, ഹിസ്റ്റോറിക് കോസ്റ്റുകളാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഇൻ റിലേഷൻ ടു പോർട്ട്ഫോളിയോ തിയറി ആൻഡ് ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിസ്റ്റമാറ്റിക്, എന്താണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ ഹോൾ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന റിസ്ക് ആണ്. സോ എല്ലാ മാർക്കറ്റിലും എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്പനി ഇല്ലെങ്കിൽ മറ്റൊരു കമ്പനി എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ വരുന്നില്ല. കാരണം ആ കമ്പനിക്കും ഉണ്ട് മറ്റേ കമ്പനിക്കും ഉണ്ട് റിസ്ക്. അപ്പോൾ നമുക്ക് അവിടെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കമ്പനിയിൽ മാറ്റി മാറ്റി ഇടാനായിട്ട് ഫണ്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. കാരണം എല്ലാ കമ്പനിയിലും ഒരേപോലെ നമുക്ക് റിസ്ക് ഉണ്ട്. സോ അതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക്. മാർക്കറ്റ് ആസ് എ ഹോൾ നമുക്ക് വരുന്ന റിസ്ക്കും കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ CAPM മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. വേറെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി, സ്പെസിഫിക് കമ്പനി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി എന്ന രീതിയിൽ വരുന്ന റിസ്ക് ആണ്. സോ നമുക്ക് ഈസിലി ഈ ഒരു കമ്പനി ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ കമ്പനി എന്ന രീതിയിൽ പ്രിഫർ ചെയ്യാം. സോ നമുക്ക് എന്താണ് അവിടെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിൽ മാത്രമായിട്ട് വരുന്നത് പ്രശ്നങ്ങൾ, റിസ്ക്കും കാര്യങ്ങളും? മേ ബി ബിക്കോസ് അവരുടെ മാനേജ്മെന്റ് പുവർ ആയിരിക്കാം, അവർക്ക് പറ്റുന്ന പോലെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ CAPMൽ ബീറ്റ പറയുന്നുണ്ട്, അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് പറയാത്തെ? അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യും. അതായത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രീമിയം നമുക്ക് അവിടെ റിസ്ക് പ്രീമിയം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് പ്രീമിയം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം സിസ്റ്റമാറ്റിക് റിസ്ക് എന്താന്ന് പറയാ, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താന്ന് പറയാ, പിന്നെ CAPMൽ എന്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമായിട്ട് പറയുന്ന, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ് പറയാത്ത എന്ന രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്ന കുറെ അസംഷൻസിന്റെ പേരിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ ഫസ്റ്റ് അസംഷൻ തന്നെ എന്താണ്, മെയിൻ അസംഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, അൺസിസ്റ്റമാറ്റിക് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഫുള്ള് റാഷണൽ തിങ്കിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്യും എന്നൊരു കോൺസെപ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ. ബട്ട് അത് ട്രൂ ആവണം എന്ന് ചാൻസ് ഇല്ല. ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പല രീതിക്കാണ് ചിന്തിക്കുന്നത്. അപ്പൊ എന്താണ്, അവര് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല. സോ അങ്ങനെയുള്ളവർക്ക്, ചെയ്യാത്തവർക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ റിസ്ക് ഉണ്ടാവും, അവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ടാവും. ബട്ട് ഇവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല, അതൊരു ലിമിറ്റേഷൻ ആണ് അതിന്റെ. പിന്നെന്താണ്, നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ബീറ്റയാണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്, അതായത് ബീറ്റയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബീറ്റ എന്നുള്ള ഒരു നമ്പർ, അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? മുന്നത്തെ കൊല്ലങ്ങൾ, അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ കണ്ടിരിക്കുന്നത്. അതേ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഭാവിയിലും വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം ഇപ്പൊ ഫ്ലഡ് ആയിരുന്നെങ്കിൽ ഇക്കൊല്ലം കൊറോണ ആയിരിക്കും. അപ്പൊ അതേ ഫ്ലഡിന് വന്ന അതേ റിസ്കും കാര്യങ്ങളും എല്ലാം കൊറോണയ്ക്ക് വരുന്നേ. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോ അവിടെ എന്താണ്, ഹിസ്റ്റോറിക്കൽ ബീറ്റ യൂസ് ചെയ്യുന്നതും ഒരു പ്രോബ്ലം ആണ്, ഒരു ലിമിറ്റേഷൻ ആണ് അതിന്റെ. ദെൻ നെക്സ്റ്റ് എന്താണ്,
ഈ പറഞ്ഞ ബീറ്റ ഓർ എൽസ് ഈ റിസ്ക് ഫ്രീ റേറ്റ്, മാർക്കറ്റ് റിസ്ക്, അങ്ങനെ എന്തും കാണാനായിട്ടും അതിന്റെ ഇൻപുട്ട് കാര്യങ്ങളിൽ നമ്മൾ വാല്യൂ ഇടാനായിട്ട് അത് എത്രത്തോളം ആക്യുറേറ്റ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് എത്രത്തോളം ആക്യുറേറ്റ് ആവും എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെന്താണ്, ഇതൊന്നും അല്ലാതെ നമുക്ക് മറ്റ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഈ പ്രൈസിങ് മോഡലിൽ നമ്മൾ ടാക്സുകൾ യൂസ് ചെയ്യുന്നില്ല, ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ സ്റ്റോക്കുകൾ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം വരും. അങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ ഗോയിങ് ഓൺ എന്ന രീതിയിലാണ് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അങ്ങനത്തെ കുറെ അസംഷൻസും കൂടി നമുക്ക് ഈ CAPM-ലുണ്ട്, വിച്ച് ഈസ് ഓൾസോ എ പ്രോബ്ലം. അങ്ങനെയല്ല നമ്മുടെ പ്രാക്ടിക്കൽ വേൾഡിൽ വരുന്നത്. സോ അതും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലെ. ദെൻ വാട്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ CAPM എല്ലാ കേസിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോ ലോ പ്രൈസിങ് റേഷ്യോ ഉള്ള, പ്രൈസ് പെർ ഏർണിങ്സ് റേഷ്യോ ഉള്ള കമ്പനീസിലൊന്നും നമുക്ക് CAPM ആക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. സോ എന്താണ്, ഇത് എല്ലാവർക്കും എല്ലാ കമ്പനീസിനും അപ്ലിക്കബിൾ അല്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് 5 പോയിന്റ്സ് മതി, 5 മാർക്കിന്റെ ആണ്, 5 പോയിന്റ്സ് മതി. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Have a great day. All the best for your exams.